കള്ളക്കളി ഒന്നും കളിച്ചേക്കരുത് കേട്ടോ. പൈസ തന്നെ കേട്ടാ കാര്യം പറഞ്ഞ ഇപ്പോഴേ. ഇയാൾക്ക് പൈസ തരാതെ എന്നാ കളിച്ചിട്ടുള്ളത്. കടം പറഞ്ഞുള്ള കളിക്ക് ഞാനില്ല. 2 ജോക്കർ 2 രണ്ടാണോ? ഓപ്പണിംഗ് ഉണ്ട്, ജോക്കർ ഇട്ട് കേട്ടാ. ദൈവമേ, നേരം വെളുക്കുമ്പോ തുടങ്ങും വീടിന്റെ വാതിക്കലിരുന്ന് മുടിഞ്ഞ കളി കളിക്കാനായിട്ട്. ചേട്ടാ, നിങ്ങക്ക് നാണം ഉണ്ടോ? നേരം വെളുക്കുമ്പോ തന്നെ വീടിന്റെ വാതിക്കലിരുന്ന് വട്ടം വളഞ്ഞിരുന്ന് ഈ മുടിഞ്ഞ കളി കളിക്കാനായിട്ട്. നിങ്ങൾ ഇങ്ങനെ ഈ കളിക്കുന്നതുകൊണ്ടാണ് ഈ വീടിന് ഒരു ഐശ്വര്യം ഇല്ലാത്തത്. വീടിന് ഐശ്വര്യം ഇല്ലാത്ത നിന്റെ കുഴപ്പം കൊണ്ടാണ്. ഞാൻ എന്ത് ചെയ്ത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു, എടി ഈ വീടിന്റെ ഫ്രണ്ടിൽ സുജനപാൽ നീ വീടിന്റെ ഐശ്വര്യം എന്നൊരു ബോർഡ് എഴുതി ഇടാൻ നീ ചെയ്തോ? അങ്ങനെ ഭർത്താവിനോട് സ്നേഹമുള്ളവർ അങ്ങനെ ചെയ്യുന്നെങ്കിൽ പണ്ടേ ഈ വീട് നിന്ന് കത്തിയേനെ. നീക്ക് എന്താണ് നീ പോയി തരാം? പോയി റേഷൻ കടയിൽ പോയിട്ട് ഇന്ന് റേഷൻ മേടിക്കേണ്ട അവസാന തീയതിയാ. റേഷൻ കടയിൽ പോകാൻ ഇന്ന് നേരം എടുത്തല്ലേ ഉള്ളൂ. വൈകുന്നേരം മുമ്പ് പോയാ പോരെ? ഇപ്പൊ പോയാലും എന്താ കുഴപ്പം? പോയിട്ട് വന്നേ. വരുന്ന വഴിക്ക് കുറച്ച് മീനും പച്ചക്കറിയും കൂടെ മേടിച്ചോണ്ട് വാ. മീനും പച്ചക്കറിയും മേടിച്ചു കൊടുക്കാത്ത കുഴപ്പമുള്ളൂ. ദിവസം മുള ഉടച്ചല്ലേ തിന്നുന്നത്. ഇന്നും അത് തന്നെ മതി. അതെ, നിങ്ങക്ക് ഒരു പണിയില്ലേ? നേരം വെളുക്കുമ്പോഴത്തേക്ക് കുറ്റിയും പറഞ്ഞ് ഇങ്ങോട്ട് പോന്നോളൂ. എന്റെ ഞങ്ങൾ അങ്ങനെ പറയില്ല കേട്ടാ. ഞങ്ങളുടെ ജോലി കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. എനിക്ക് കറവപ്പണിയാ. അത് കഴിഞ്ഞ് 5 മണിയായപ്പോ കഴിഞ്ഞു. ഞങ്ങളെ എനിക്ക് ടാപ്പിങ്ങിന്റെ പണിയാണ്. ഞാൻ രാവിലെ പണിയും കഴിഞ്ഞിട്ടാ വന്നത്. അല്ല, നിങ്ങൾ പറയും പോലെ പണിയില്ലാത്തതൊന്നുമില്ല. ഞങ്ങള് റെസ്റ്റ് ചെയ്യുന്ന സമയമായത്. അവരൊക്കെ അവരുടെ പണിയും തീർത്തിട്ടാണ് ഇവിടെ വന്നിരുന്ന് ഈ കളി കളിക്കുന്നത്. നിങ്ങളോ? നിങ്ങൾ വല്ല പണിക്ക് പോകുന്നുണ്ടാ? ഞാൻ പണിക്ക് പോകുന്നു. ഭയങ്കര വലിയ മൈക്ക് മേസ്തരിയാ. എന്നിട്ട് എന്ത് പ്രയോജനം? ഞാൻ കണ്ടിട്ടില്ല ഒരു വർക്ക്ഷോപ്പിൽ ഇവിടുന്ന് പോണത്. എടി, അത് എന്റെ കുഴപ്പമല്ല. ഞാൻ പണിക്ക് പോകാത്തത്. ഇവൻ എന്താണ് കറവക്കാരനാണ്. ഈ കറവ എന്ന് തുടങ്ങി പശു ഉള്ളിടത്തോളം കാലം കറക്കുന്ന എങ്ങനെയാണ്? ഇങ്ങനെയാണോ പശുവിനെ കറക്കുന്നത്? അതങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് അവൻ ഇപ്പോഴും. ഇപ്പൊ പിന്നെ റബ്ബർ വെട്ട് രാവിലെ പോകുന്നു, ഇങ്ങനെ തന്നെയാണ് കറ എടുക്കുന്നത്. പണ്ട് പോലും ഇപ്പോൾ അങ്ങനെയാണോ? ഇപ്പോഴത്തെ ഓരോ പുതിയ പ്രധാനം ബൈക്കുകൾ ഇറങ്ങി അതിന്റെ ടെക്നോളജി മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലാകാത്തോണ്ടല്ലേ ഞാൻ പണിക്ക് പോകാത്തത്. എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ വായ അടപ്പിക്കും. നിങ്ങൾ ചെല്ല് വീട്ടിലൊക്കെ അന്വേഷിക്കും. മതി കളിയൊക്കെ നിർത്തിക്കപ്പോ. നിങ്ങൾ പോകണ്ട, നിങ്ങൾ അവള് ചുമ്മാ പറയുന്നതാണ്. ഞങ്ങൾ അവിടെ പോണേ എങ്ങും പോകുന്നില്ല. വീടിന്റെ വാതിക്കാൻ എഴുന്നേറ്റ് വെക്കപ്പോ. നീ ചുമ്മാ നീ പോയി ഒരു ചായ എടുത്തോണ്ട് വാച്ചല്ലേ. 3 ചായ വേണം. ഒന്ന് വിത്തോട്ടെ. ഒരു ലൈറ്റ്. എനിക്ക് ഇച്ചിരി കടുപ്പം കൂട്ടിയെടുത്തു. എഴുന്നേറ്റ് പോവാനാ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ വായിരിക്കുന്ന കേൾക്കും. ശരിയാവില്ല. ഉച്ചക്ക് വരാം. പൈസ കൊണ്ട് തരണേ. നശിപ്പിച്ചു. ഞാൻ ഈ രാവിലെ തൊട്ട് ഇനി വൈകുന്നേരം വരെ എന്റെ സമയം അങ്ങനെ പോകും. ഒരു വീടായ ഭർത്താവായ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം നിങ്ങൾ കാണിക്കണം. ഞാൻ എന്ത് ഉത്തരവാദിത്തക്കേടാണ് കാണിച്ചത്? അത് പറ. നിങ്ങൾ വല്ല പണിക്ക് പോകുന്നുണ്ടാ? പോയാൽ തന്നെ പാതിരാത്രി ആകുമ്പോഴത്തേക്ക് കയറി വരും ഒരു കുപ്പി കള്ളും 2 പാക്കറ്റ് സിഗരറ്റുമായിട്ട്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഒരു പ്രാവശ്യം കള്ളു കുടിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 4 മിനിറ്റാ പോണത്. ഒരു പ്രാവശ്യം സിഗരറ്റ് വലിക്കുമ്പോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് 2 മിനിറ്റാ പോണത്. മനസ്സിലാക്കിക്കോ. അത്രയല്ല ഉള്ളൂ. നീ എന്നെ പണിക്ക് തള്ളി വിടുമ്പോ എന്റെ 8 മണിക്കൂറാണ് പോകുന്നത്. എന്റെ 8 മണിക്കൂർ എന്റെ ആരോഗ്യവും എന്റെ ഓജസ്സും തേജസ്സും എല്ലാം നഷ്ടപ്പെടുകയാണ് അവിടെ. ഇതിനെ കുറിച്ച് ആർക്കും ഒരു ചിന്തയില്ല, ആർക്കും ഒരു വേവലാതിയില്ല. എന്റെ തലയിട്ടെഴുത്തു നിങ്ങളൊരു കുഴി മടിയനായി പോയി. കുഴിമന്തി ഉണ്ടോ ഇന്ന്? സുജന വന്ന് നിങ്ങളുടെ ഒരേ ഒരു കൂട്ടുകാരൻ. നിങ്ങളുടെ അതേ സ്വഭാവം. വേലയ്ക്കും പോത്തില്ല, കുലിക്കും പോത്തില്ല. അല്ലയാ, വണ്ടിക്ക് ഒരു മിസ്സിംഗ് ഒന്ന് നോക്കടാ. എടാ, ഞാൻ ആകെപ്പാടെ ക്ഷീണിച്ചിരിക്കുക. എടാ, ഒന്ന് നോക്കടാ. എനിക്കൊരു വീഡിയോ എടുക്കാൻ പോകാനാണ്. രാവിലെ 100 കൂട്ടം പണി കഴിഞ്ഞാൽ നിൽക്കുക. നീ ഒരു കാര്യം ചെയ്യ, വണ്ടി ഇവിടെ വെച്ചിട്ട് പോയി. ഞാൻ രാവിലെ നോക്കി തരാം. നിന്റെ ഈ യൂട്യൂബും വീഡിയോ എടുക്കലൊന്നും ഇതുവരെ കഴിഞ്ഞില്ലേ? യൂട്യൂബിന്റെ എപ്പോഴും ഇതെന്നെ പരിപാടി. ക്യാമറ കൊണ്ടുവന്ന് വീഡിയോ എടുക്കുന്നു. അപ്പൊ ഞാൻ ഒരു വെള്ളച്ചാട്ടം നോക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ പോയി കഴിഞ്ഞാൽ അതെടുക്കുക. അതിന് വേണ്ടിയാണ് അവിടെ നോക്കി താളിയാ. ഇടാ, ഇതൊക്കെ പുതിയ ബൈക്കാണ്, സമയം എടുക്കുമെന്ന്. ഇടാ നോക്കടാ. ഇതെന്താ ഇപ്പൊ സ്റ്റാർട്ടാകുന്നില്ലേ? ഇല്ല, സ്റ്റാർട്ടാകുന്നില്ല. വരുന്നു നിന്റെ അരുമയായ ഭാര്യ. അവള് ജോലിക്ക് വന്നോണ്ട് എന്റെ കാര്യങ്ങളൊക്കെ നടന്നു പോകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാമ്പാറും തോരനും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ ഒന്നും അങ്ങോട്ട് പോവാ കേട്ടാ. മീൻകറി ഉണ്ട്, മീൻ പൊരിച്ചതുണ്ട്. മറക്കല്ല ആഹാരം കേട്ടോ. ചമ്മന്തി. അയ്യോ ചേട്ടാ, ഞാൻ ചമ്മന്തി ഉണ്ടാക്കാൻ മറന്നുപോയി. ഞാൻ പെട്ടെന്ന് ലേശ ഉളുപ്പ് ഇത്തിരിയെങ്കിലും ഇയാളെ പറഞ്ഞ് വല്ല പണിക്ക് വിടാൻ നോക്ക്. നിനക്ക് നാണം ഉണ്ടാ? നീ വേല എടുത്തിട്ട് ഇയാളെയൊക്കെ തീറ്റി പോറ്റത്. ഞാൻ ഒന്നുമില്ലെങ്കിൽ ഒരു ചാനലിന്റെ MD ആണ്. പിന്നെ യൂട്യൂബ് ചാനലിന്റെ MD അങ്ങ് കൊമ്പത്തിരിക്കും. അപ്പൊ അതെ, എന്റെ ഓരോ വീഡിയോസിലും ലക്ഷങ്ങളാണ് വ്യൂവേഴ്സ്. അറിയാം. എന്റെ ഇരിക്കുന്ന ഈ ചെറിയ ഫോണിൽ ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ വീഡിയോ ഒന്നും. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. നീ വല്ല ഇയാളെ പറഞ്ഞ് വല്ല പണിക്കും വിടാൻ നോക്ക്. ചേച്ചി, അങ്ങനല്ല. എന്റെ ചേട്ടന്റെ ഇഷ്ടമാണ് എന്നെ ഇഷ്ടം. എന്റെ ചേട്ടൻ എന്താണോ ചെയ്യണത് അത് മതി. ചേച്ചിക്ക് കാര്യം അറിയോ? എന്റെ ചേട്ടൻ യൂട്യൂബിന്റെ വ്ളോഗറാണ്. മില്യൺസ് ഓഫ്
ചേട്ടന് ഇഷ്ടം മതി, എന്റെ ഇഷ്ടം. ഞാൻ ജോലിക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല, ആവശ്യമില്ല. ഞാൻ പോകുന്നുണ്ട് എന്റെ വീട്ടിന്. ഞാൻ ജോലിക്ക് പോയാൽ മതി, അതിന്റെ ആവശ്യമുള്ളൂ. എന്റെ ചേട്ടൻ പോകേണ്ട ഒരു കാര്യമില്ല. എന്റെ തന്നെ ശരി. ആഹാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കഴിക്കണം. ഞാൻ പോയിട്ട് കേട്ടോ. തീനാൻ വെച്ചിക്ക് മരപ്പെട്ടി കൂട്ട്. അത് തന്നെ. ഇതൊക്കെ ഞാൻ എന്ത് പറയാനാ? ഓ, ഓ, ഓ. ആ. നീ ഒന്ന് ഇതെങ്ങനെ സാധിക്കുന്നടാ? എന്താ? അല്ല, ഞാൻ ആലോചിക്കുമായിരുന്നു, എനിക്കും പണിയില്ല നിനക്കും പണിയില്ല. അതെ, ഞാൻ പണിക്ക് പോകത്തുണ്ട്, എന്റെ വീട്ടിൽ ഭയങ്കര വഴക്കാണ്. പക്ഷെ നീ പണിക്കും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല. അവള് ജോലിക്ക് പോകുന്നു, നിനക്ക് ചെലവിന് തരുന്നു. പക്ഷെ എന്ത് സന്തോഷമായിട്ടാണ് അവള് നിന്നോട് പെരുമാറുന്നത്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില ട്രിക്കുകളുണ്ട്. ആ ട്രിക്കുകൾ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാര്യയെ നമ്മുടെ പരിധിയിൽ നമുക്ക് നിർത്താം. എന്ത് ട്രിക്കാണ് എന്നോട് പറഞ്ഞ? അല്ല, അത് സമയമുണ്ടല്ലേ, എനിക്ക് രണ്ടൊന്ന് വീഡിയോസ് എടുക്കാറുണ്ട്. അപ്പൊ വീഡിയോസ് എടുത്തിട്ട് വൈകുന്നേരം അല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നീ എന്താ വർത്താനം പറയുന്നത്? എനിക്കൂടൊന്ന് പറഞ്ഞു താ നിന്റെ ആ ട്രിക്ക്. ഒരു കാര്യം, എനിക്ക് ഇന്ന് എന്തായാലും ഇന്നെങ്കിൽ ഒരു വീഡിയോ ഇടാനുള്ളതാണ് യൂട്യൂബിൽ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് ഇന്നൊരു സബ്ജക്റ്റ് അങ്ങ് ചെയ്താലോ? ഞങ്ങളുടെയോ? അയ്യോ, അവളറിയും. അവളിത് മറ്റേ ചെറിയ ഫോണിൽ ഇരിക്കുന്നത്, അവള് കാണത്തൊന്നുമില്ലല്ലോ. അപ്പൊ ഇതിനെ ബേസ് ചെയ്ത് തന്നെ ഒരു ഫ്രണ്ട്സ്, അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു ജോലിക്ക് പോകാത്ത ഒരു ഭർത്താവാണോ? നിങ്ങൾ ജോലിക്ക് പോകാത്തതിന് നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളുടെ അടുത്ത് പിണക്കമുണ്ടോ, പരാതിയുണ്ടോ, വിദ്വേഷമുണ്ടോ എങ്കിൽ ഉറപ്പായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണും. ബി ഫ്രാങ്ക്, ഞാൻ പറയാല്ലേ, ഞാൻ ഒരു ജോലിക്കും പോകുന്നില്ല. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ ജീവനാണ്. എന്തുകൊണ്ടാണ്? ഞാൻ ഉപയോഗിക്കുന്ന ചില ട്രിക്കുകൾ, ചില പൊടിക്കൈകൾ, അത് നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയ്ക്ക് നിങ്ങളെ ജീവനായിരിക്കും. ഇതാ ഇപ്പോൾ എൻ്റെ കൂട്ടുകാരൻ സുജന ബാലൻ നിൽപ്പുണ്ട്. അപ്പോൾ സുജന ബാലൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ ജോലിക്ക് പോകാത്തതുകൊണ്ട് ഇവൻ്റെ ഭാര്യ ചെറിയ കലിപ്പിലൊക്കെ നിൽക്കുകയാണ്. ഭയങ്കര കലിപ്പം. അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വിജയിച്ച ചില പൊടിക്കൈകൾ ഇവന് പറഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. ഇവൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാകും. അത് വിജയിക്കുമോ എന്ന് നമുക്ക് നോക്കാം. ഉറപ്പായിട്ട് വിജയിക്കും. അപ്പം തുടങ്ങാം. നീ വീഡിയോ ഒക്കെ അവിടെ നിർത്ത്. നീ ആദ്യം ഈ ട്രിക്ക് പറഞ്ഞതാ ഇല്ലേ? ആ മൂദേവി വന്ന് വരുന്നതിന് മുമ്പ് പറഞ്ഞതാ. ആരെ ഈ മൂദേവി എന്ന് പറഞ്ഞു? ഞാൻ എപ്പോഴും മൂദേവി നല്ല വിളിക്കുന്നത്. ചില സമയത്ത് ഞാൻ പൂതനെ എന്ന് വിളിക്കും, അപ്പൊ പിന്നെ ഹിഡുംബി എന്ന് വിളിക്കും. അങ്ങനെ ഭാര്യയെ വിളിക്കുന്നത് ഇതാണ്. ഒരു ജീവിതത്തിൽ ഒരു ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബന്ധം തകർന്ന ഇങ്ങനെയുള്ള വാക്കുകളാണ്. പെരുങ്കള്ളി എന്ന് വിളിക്കുന്ന ഭയങ്കര ദേഷ്യമാണ്. അത് അങ്ങനെ വിളിക്കാതല്ല, സ്വന്തം ഭാര്യയെ പേര് പോലും പറഞ്ഞ് വിളിക്കരുത്. പേര് പോലും അതിനല്ലേ ചെല്ലപ്പേര് കിടക്കുന്നത്. ചെല്ലപ്പേര് പറഞ്ഞ് വിളി. ചെല്ലപ്പേരില്ല അവക്ക്. ഇല്ല ഇല്ല എന്നാ ഒരു ചെല്ലപ്പേര് നീ അങ്ങട് ഞാനിടാ. എടാ, നമ്മളെ ഇപ്പൊ സിനിമയിലൊക്കെ കേട്ടിട്ടില്ലേ ഭാര്യമാരെ വിളിക്കുന്ന കുട്ട, ചക്കരെ, ചുങ്കുടു, കുട്ടൂസേ, തക്കുടുവാവേ. ആര് ഞാൻ വിളിക്കുന്നു? അങ്ങനെ ഒരു പേര് പറഞ്ഞ് വിളിക്ക്. ഇടേ, അതൊന്നും വിളിച്ച അവക്ക് ഇഷ്ടപ്പെടത്തില്ലെന്ന്. നീ ഒന്ന് വിളിച്ചു നോക്കുന്നതിന് കുഴപ്പമുണ്ടോ? നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഞാൻ വിജയിച്ചിട്ടുള്ളതുകൊണ്ടല്ലേ ഞാൻ പറയുന്നത്. നീ ഒന്ന് അങ്ങനെ വിളിച്ചു നോക്ക്. അവൾ ഉറപ്പായിട്ട് സന്തോഷത്തോടെ വരും. ഞാനാണ് പറയുന്നത്. ആണം കിട്ട കേസാണിത്. എടാ, നീ ഒന്ന് വിളിച്ചു നോക്ക്. ഒരു നിസ്സാര ഒരു വാക്കല്ലേ, വിളിച്ചു നോക്ക്. ചുമ്മാ ഒന്ന് വിളിച്ചു നോക്ക്. കുട്ടാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അവള് വരുത്തൊന്നുമില്ല. അവള് വരാത്തെന്ന് പറഞ്ഞാൽ നീ ഇതുവരെ അങ്ങനെ വിളിച്ചിട്ടില്ലല്ലോ. അപ്പൊ അവളെയാണ് വിളിച്ചതെന്ന് തോന്നണ്ടേ? ഒന്നുകൂടെ വിളിച്ചു നോക്ക്. ഉറപ്പായിട്ട് വന്നിരിക്കും. ചക്കരേ, ഇപ്പൊ എന്തെന്നെ വിളിച്ചേ? നിനക്കെന്താ വലിവുണ്ടോ? പറ, പറ. ഇപ്പൊ എന്തെന്നെ വിളിച്ചേ? കുട്ടാന്ന്. അയ്യോ, എന്റെ പിള്ളേരുടെ പരീക്ഷ പേപ്പറാണല്ലോ ഇവിടെ എടുത്തെറിഞ്ഞിട്ട് പോയത്. അത് സന്തോഷം കൊണ്ടാണ്. എന്തൊരു സന്തോഷം. അയ്യോ, അതൊക്കെ നമുക്ക് എടുത്ത് വെക്കണ്ട. സന്തോഷം കണ്ടോ? ഇപ്പൊ ട്രിക്ക് ഓക്കെ ആയോ? ഇപ്പൊ നിന്റെ അടുത്തൊരു സ്നേഹം തോന്നിയോ? തോന്നി. ഇതാണ്, ഇതുപോലെ ഒരുപാട് ട്രിക്കുകളുണ്ട്. ആണോ? ഇനി ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു വീട്ടില് ഏറ്റവും കൂടുതൽ ജോലിയുള്ളതെന്ന് പറഞ്ഞാൽ സ്ത്രീയേക്കാണ്. അപ്പൊ ഈ ഭർത്താവായ നമ്മൾ ചെന്നിട്ട് ഞങ്ങളൊന്ന് സഹായിക്കട്ടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം സന്തോഷമാവും. ആ അടുക്കള ജോലി നമ്മൾ ചേട്ടെന്ന് പറഞ്ഞ് ചുമ്മാ ചെന്ന് നോക്കിയാണ്. നിനക്ക് പ്രാന്താണോ? എടാ, ഇനി ഞാൻ അത് ചെന്ന് പറഞ്ഞിട്ട് വേണം അവളുള്ള ജോലിയെല്ലാം കൂടെ എന്റെ മണ്ടക്കോട്ട് അടിച്ചു കയറ്റാൻ. അവരങ്ങനെയൊന്നും വയ്ക്കത്തില്ല. നീ ചുമ്മാ അവരിങ്ങനെ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ഞാൻ സഹായിക്കാൻ വരണമെന്ന് ചോദിച്ചാൽ മതി. അവിടെ നിപ്പുണ്ട്, നീ പോയി ചോദിക്ക്. സക്സസ് ആവും. ഞാനാ പറയുന്നത്. സത്യം പറയാലോ, ഞാൻ ഈ ജോലിയെല്ലാം ഞാൻ ചെയ്യേണ്ടി വരുവളിയാ. ഇല്ല ഇല്ല, അത് ധൈര്യമായിട്ട് പോകും. നിന്റെ മുഖത്ത് എന്താ ഒരു ക്ഷീണം? പിന്നെ ക്ഷീണമില്ലാതിരിക്കോ? ഈ വീട്ടിലെ പണി മൊത്തം ഞാനല്ലേ ചെയ്യുന്നത്. മൊത്തം പണി നീയാ ചെയ്യുന്നെ? എനിക്കൊരു കൈ സഹായത്തിന് ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഓ, എന്നാ പിന്നെ അത് അവിടെ ഇട്ടാരെ. എന്തിന്? ഇനിയുള്ള പണി ഞാൻ ചെയ്തോളാം.
ഇത് ഞാൻ വിരിച്ചപ്പോരെ? അയ്യോ, പോ ഇവിടുന്ന്. ഞാൻ വിരിക്കണി വേണ്ട ചക്കരെ, ഞാൻ വിരിക്കാം ചക്കരെ. ചേട്ടൻ അവിടെ പോയിരുന്നേ പോ. അല്ല, ഞാനൊരു കൈസഹായം, ഞാൻ സഹായിക്കാം. ചായ എടുക്കട്ടെ? മുമ്പേ ഒരു ചായ കൊണ്ടുതരാൻ പറഞ്ഞപ്പോ നീ ഇതുവരെ തന്നില്ലല്ലോ. അപ്പൊ നമ്മള് വഴക്കല്ലായിരുന്നു. ഇപ്പഴാ ഇപ്പൊ വഴക്ക് മാറി. എന്നാ പോയി ഒരു ചായ ഇട്. പാല് കൂട്ടിയെടുക്കാം. പാല് കൂട്ടിയെടുത്തോ. നിനക്ക് വേണടാ ചായ? നിനക്ക് വേണടാ? അയ്യോ ഇരിക്കട്ടെ ഞാൻ ചായ കുടിച്ച് ഇത് സംഭവം ഏറ്റിട്ടുണ്ട് കേട്ടോ. എന്റെ സ്നേഹം കൂടി വരുന്നുണ്ട്. ഇങ്ങനെ ഇനിയുണ്ട് പൊടിക്കകള്, ഇനിയുണ്ടോ? അതായത് നമ്മുടെ ഈ ഭാര്യയുടെ സൗന്ദര്യത്തിനെ കുറിച്ച് നമ്മൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങ് പറയാ. അപ്പൊ സൗന്ദര്യം കൂടുതലാണ് അങ്ങനെയൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി. അവർക്ക് ഭയങ്കര ഇല്ലാത്ത കാര്യം സന്തോഷം. ഞാൻ ഇവിടെ ഇല്ലാത്ത കാര്യം ഞാൻ ഇങ്ങനെ പറയും. അതാണ് അവർക്ക് സന്തോഷം തോന്നാ. നീ എന്തെങ്കിലും വായി തോന്നുന്നു അങ്ങ് പറഞ്ഞാൽ മതി. സൗന്ദര്യത്തിനെ കുറിച്ച് അങ്ങ് പറഞ്ഞാൽ നീ സുന്ദരിയാണെന്നൊക്കെ അങ്ങ് പാടിച്ചാൽ മതി. പുകഴ്ത്തി പറഞ്ഞ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്. ഇപ്പൊ വരുന്ന സമയത്ത് കേട്ടോ. ചക്കര പഞ്ചസാര വന്ന് കണ്ടാ, നിനക്ക് ചായ ആ, എനിക്ക് വേണ്ട ഞാൻ കുടിച്ച. ഇതെന്താണ് ഒരു പ്രത്യേക ടെസ്റ്റ്? അത് കൊച്ചിന് വൈകിട്ട് വരുമ്പോ കൊടുക്കാൻ വെച്ചിരുന്ന ബൂസ്റ്റ് ഞാൻ അകത്തെടുത്തിട്ട്. കൊള്ളാം കേട്ടോ, സൂപ്പർ പരിപാടി. ഇനി സൗന്ദര്യം സൗന്ദര്യം കൊള്ളാവോ? ചായ അടിപൊളിയായിട്ടുണ്ട്. പിടിച്ചോ പിടിച്ചോ. അല്ല, ഇങ്ങോട്ട് നോക്കേ. എന്ത് ഞാൻ എന്തുവാണ് ഈ കാണുന്നത്? എന്ത് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലേ? ഏ? ഇതുവരെ കണ്ടിട്ടുണ്ട്, പക്ഷേ നീ ഇന്നലെ ബ്യൂട്ടി പാർലറിൽ പോയോ? പിന്നെ സത്യം പറ, ബ്യൂട്ടി പാർലറിൽ പോയോ? ചേട്ടൻ കണ്ടാ ഞാൻ ഇവിടുന്ന് എവിടെങ്കിലും പോകുന്നത്? ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. കള്ളം പറയരുത്. നീ ഫേഷ്യൽ ചെയ്തു? പോയിട്ടില്ല. പോയി നിന്ന് നാണം കെടുത്തല്ലേ. ഞാൻ പോയിട്ടില്ല. ഇവള് ഫേഷ്യൽ ചെയ്തു, ഞാൻ അറിയാതെ ഇവള് ഫേഷ്യൽ ചെയ്തു. ആണോ? പോയില്ല, സത്യം. മുഖത്തൊരു തെളിച്ചല്ലേ? ഉണ്ട്. സത്യം പറ, ബ്യൂട്ടി പാർലറിൽ പോയല്ലേ? ഇല്ല ഇല്ല ചേട്ടാ, സത്യമായിട്ടും പോയില്ല. എടീ, ഇത് ഭയങ്കര ഗ്ലാമർ ആയാലും ഭയങ്കര സുന്ദരിയായി നീ ഇന്ന്. ഉച്ചക്ക് എന്ത് വേണം സ്പെഷ്യല്? ആ, ഇതൊക്കെ എന്താ സ്പെഷ്യല്? എന്ന് കിട്ടുന്ന പോലെ മുള ഉടച്ച് തന്നാ മതി. ഒന്നല്ല, പിന്നെ ആ കോഴീനെ അങ്ങ് വെട്ടട്ടെ. ഏത് കോഴിയനെ? നമ്മുടെ കോഴീനെ. എടീ, അത് മുട്ട കിട്ടുന്ന കോഴിയല്ലേ? 6 രൂപ കൊടുത്ത ഞാൻ കടയിൽ നിന്ന് മുട്ട കിട്ടിയല്ലേ, പിന്നെന്താ കുഴപ്പം? 6 രൂപ? 6 രൂപ കൊടുത്ത ഞാൻ പോടുന്നു. എന്റെ പൊന്നാണ്. സംഭവം കൊള്ളാമല്ലോ. ഇതാണ് ഇനിയും ഉണ്ട് ട്രിക്കുകള്. ഇനി- ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പെണ്ണുങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീകളെ മോശമായിട്ട് പറയുക. ഞാൻ മോശമായിട്ട് അവളോട് പറയാം. ഇത് ഓക്കെ ആവും. ഓക്കെ. നീ വന്നേ, എന്തോ പൊന്നിഞ്ഞ് വന്നേ. അയ്യോ, എന്റെ തൊലി ഉരിഞ്ഞു പോവാടി, തൊലി ഉരിഞ്ഞു പോവാണ്. എന്താ? ഓ, ഒന്നും പറയണ്ട. ഇനി ഇവനൊക്കെ ആണാണോ? ഇവനൊക്കെ ആരാ? ഇവനാണോ? ഇവന്റെ കാര്യമല്ല പറഞ്ഞത്. ഓ, ഞാനത് പറഞ്ഞാൽ നീ ചിരിക്കും. എന്താ? ഇടി, നമ്മുടെ തെക്കേലെ സന്തോഷില്ലേ, ആ സന്തോഷ്. നീ അവന്റെ ഭാര്യ ആ ഉഷ. ഉഷ, എന്ത് പറ്റി? അവൾ ഒരു വില കൂടിയ സാരി ഉടുത്തോണ്ട് പോകുന്നത് ഞാൻ ഇന്നലെ കണ്ടു. ആ. പക്ഷെ അവൾ ഉടുത്തോണ്ട് പോയെന്നെ കോലം കണ്ടേച്ചാലും മതി. എന്തായിരുന്നു? നീ അവിടെ ബ്ലൗസ് കണ്ടോ? ആ. അവിടെ ബ്ലൗസിന്റെ പുറവശം ഒന്ന് കാണണം. വെട്ടി തുറന്ന് മലത്തി വെച്ചേക്കണല്ലേ? മലത്തി വെച്ചേക്കാണ്. അവളുടെ എല്ലാ ബ്ലൗസും അങ്ങനെ തന്നെ. കണ്ണെടുക്കത്തില്ല നമ്മള്. സത്യം. ഈ പെണ്ണുങ്ങൾക്ക് പോലും കാണുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനത് പറയാഞ്ഞിട്ടേട്ടാ. എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയി തോന്നി. ഞാൻ എന്തെങ്കിലും വന്ന് ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും കുറച്ച് കളർ കൂടുതൽ അവക്കാണല്ലോ. അപ്പൊ ആര് പറഞ്ഞു? സത്യം. എടി പൊടിയാതെ അവള് മേക്കപ്പാണ്. ഞാൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുള്ളൂ ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ആണോ? നിന്റെ നാച്ചുറൽ സൗന്ദര്യമല്ലേ? ഞാൻ നിന്നോട് ചോദിച്ചില്ലേ നീ ഇന്ന് എന്തെങ്കിലും ചെയ്തോ? സത്യമായിട്ട് ഞാൻ ഇന്നൊന്നും ചെയ്തിട്ടില്ല. ചെയ്തിട്ടില്ല. മേക്കപ്പ് ആണോ മൊത്തം? ആ, അവള് കംപ്ലീറ്റ് മേക്കപ്പാണ്. കണ്ടാ നീ എന്താ ചുണ്ടേ വാരി തേച്ചേക്കുന്നത്? ഒന്നും ഞാൻ തേച്ചിട്ടില്ല. ലിപ്സ്റ്റിക് ഇട്ട്. അയ്യേ, എനിക്ക് വയ്യ. ലിപ്സ്റ്റിക് ഇട്ടിട്ടില്ല. അയ്യോ എനിക്ക് അറിയില്ല. ഞാനൊന്നും ഇട്ടിട്ടില്ല. നീ പോ, lipstick ഇട്ട്. പോ, എനിക്ക് വയ്യ. ലിപ്സ്റ്റിക് ഇട്ട് കോപ്പിട്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറെ ഉണ്ട്. ഇപ്പൊ ഞാൻ മറ്റേത് പറഞ്ഞ കുട്ടൂസെ അത് കഴിഞ്ഞു. ചെല്ലപ്പേരിട്ട് വിളിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ഈ സൗന്ദര്യത്തിനെ കുറിച്ച് പറയുന്നത് അത് പറഞ്ഞല്ലോ. സൗന്ദര്യത്തിന്റെ സൗന്ദര്യം പറഞ്ഞു, അന്യ സ്ത്രീകളെ മോശമായിട്ട് മോശമായിട്ട് പറഞ്ഞു. അടുക്കളെ സഹായിക്കുന്ന കേസ് പറഞ്ഞു. അടുക്കള സഹായിക്കുമല്ല, ഞാൻ സഹായിക്കാൻ ചെന്നല്ലോ. അതെ, ഇനിയും ഉണ്ടല്ലോ, ഇനിയും ഉണ്ട് ഐറ്റം, പ്രധാനപ്പെട്ട ഐറ്റം. ഇത് ഓർത്ത് പറയാ. അതെ, ഇനിയൊരു ഐറ്റം കൂടെ ഉണ്ട്. ഏതാ? അതങ്ങനെ നിനക്കറിയാം? ഉണ്ട്. അത് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഏത്? അതങ്ങനെ നിനക്കറിയാം? അതെനിക്കറിയാം, എനിക്ക് നല്ലപോലെ അറിയാം. അത് നീ ക്യാമറ ഒന്നും മാറ്റണ്ട, ക്യാമറയൊക്കെ ഓൺ ചെയ്ത് വെച്ചോ. അതെ, വല്ലവന്റെയും വാക്ക് കേട്ട് ഭാര്യമാരെ വരുതിയിലാക്കാൻ ശ്രമിക്കുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഭാര്യ അറിയാതിരിക്കാനെങ്കിലും ശ്രമിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വാ, എങ്ങനെ? വാ കാണിച്ചു തരാം. എന്താ? എന്താണ്? വാ വാ നടക്ക്. എന്താണ്? പോ അകത്തേക്ക്. എന്താണ്? എന്താണ്? എന്തിനാണ്?
ഈ ആ ക്യാമറ ഒന്ന് ഓൺ ചെയ്തോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞങ്ങൾ കരുതുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോനെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെൽ ബട്ടൺ അമർത്തുമ്പോൾ ഇങ്ങനെ അറഞ്ചം പുറഞ്ചം ഞെക്കരുത് കേട്ടോ.